ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ട്രിവാൻഡ്രത്ത് USTയിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് ലക്ഷ്മി. ഞങ്ങളുടെ മകൻ ധീരജ് LKGയിൽ പഠിക്കുന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കാര്യവട്ടത്ത് കോൺഫിഡൻറ്റ് ഗ്രീൻഫീൽഡ് എന്ന പ്രോജക്റ്റിലാണ്. ഇൻറ്റീരിയർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇനിഷ്യലി നമ്മൾ കുറേ ഫേമിൻ്റെ കയ്യിൽ നിന്ന് കൊട്ടേഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് നോക്കി, പക്ഷെ പലതും ഒന്നുകിൽ ഓവർ പ്രൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ലോ ക്വാളിറ്റി അങ്ങനെ ആയിരുന്നു. ആ ഇടയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ ഫെസയുടെ ചെയ്ത വർക്കുകൾ കുറച്ച് കാണുന്നത്. അങ്ങനെ ഫെസയെ കോൺടാക്ട് ചെയ്തു. അവർ തന്ന കൊട്ടേഷൻ ഞങ്ങൾ നോക്കിയപ്പോൾ വളരെ റീസണബിൾ ആയിട്ട് തോന്നി. നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. കൊട്ടേഷൻ റീവർക്ക് ചെയ്ത് നോക്കി. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള കൊട്ടേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഫെസെ കൺഫേം ചെയ്യാൻ തീരുമാനിച്ചത്. ഫെസയുടെ സ്റ്റാഫായിട്ടുള്ള ഞങ്ങളുടെ ഇൻറ്ററാക്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. നമ്മുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അവർ പ്ലാനുകളിൽ മോഡിഫിക്കേഷൻ വരുത്തി. നമ്മൾ ഓരോ ചേഞ്ചസ് ആവശ്യപ്പെടുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് നോ എന്ന ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല. അവരെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്ലാനിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് പല പ്രാവശ്യം നമുക്ക് 3D ഡിസൈൻസ് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുകയായിരുന്നു. പിന്നെ ഓരോ സ്റ്റേജിലും ഫെസയായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസ് വളരെ സ്മൂത്ത് ആയിരുന്നു. അവർ ഓരോ സ്റ്റേജിലും വർക്കിൻ്റെ സ്റ്റാറ്റസ് നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ എന്തെങ്കിലും രീതിയിലുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക, അങ്ങനെയുള്ളതെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെയുള്ളൊരു പ്രോഗ്രസ് ആയിരുന്നു നമ്മുടെ വർക്കിലുണ്ടായിരുന്നത്. അവർ എൻഗേജ് ചെയ്തിരുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ പ്രോജക്റ്റ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഡെക്കേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ കളർ തീം ആണെങ്കിലും അതുപോലെ ലൈറ്റിൻ്റെയും മറ്റുള്ള അക്സസറീസിൻ്റെയും ചൂസ് ചെയ്യാനാണെങ്കിലും ഫെസയുടെ സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നു.